السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على أشرف الأنبياء والمرسلين نبينا وحبيبنا محمد وآله وصحبه أجمعين وعلى من تبعهم بإحسان إلى يوم الدين. أما بعد. ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആനിൻ്റെ പഠിതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അപാരമായ അനുഗ്രഹത്താൽ പരിശുദ്ധ ഖുർആനിലെ 12-ാം അധ്യായം സൂറത്തു യൂസുഫിലെ 1 മുതൽ 81 വരെയുള്ള ആയത്തുകളാണ് കഴിഞ്ഞ ദർസുകളിലായി നാം പഠിച്ചു മനസ്സിലാക്കിയത്. അൽഹംദുലില്ലാഹ്. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സഹോദരങ്ങൾ പിതാവായ യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ അടുക്കൽ വരികയും നിങ്ങളുടെ മകൻ ബിനിയാമീൻ മോഷണം നടത്തിയിരിക്കുന്നു, പ്രത്യക്ഷത്തിൽ ഞങ്ങളുടെ അറിവ് അപ്രകാരമാണ്, എന്നാൽ അദൃശ്യം ഞങ്ങൾക്കറിയാത്തതുകൊണ്ട് ഞങ്ങൾക്കറിയാവുന്ന കാര്യമാണ് പറയുന്നത് എന്നവർ വിശദീകരിക്കുകയും ചെയ്തു. അതിനുശേഷം ആ വിഷയം ഉറപ്പിക്കാൻ വേണ്ടി അവർ പറയുന്ന കാര്യങ്ങളാണ് അടുത്ത വചനത്തിലുള്ളത്. നമുക്ക് പരിശോധിക്കാം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. واسأل القرية التي كنا فيها والعير التي أقبلنا فيها وإنا لصادقون. قال بل سولت لكم أنفسكم أمرا فصبر جميل عسى الله أن يأتيني بهم جميعا إنه هو العليم الحكيم. وتولى عنهم وقال يا أسفا على يوسف وابيضت عيناه من الحزن فهو كظيم. قالوا تالله تفتأ تذكر يوسف حتى تكون حرضا أو تكون من الهالكين. قال إنما أشكو بثي وحزني إلى الله وأعلم من الله ما لا تعلمون. يا بني اذهبوا فتحسسوا من يوسف وأخيه ولا تيأسوا من روح الله إنه لا ييأس من روح الله إلا القوم الكافرون. ബിനിയാമീൻ മോഷണം നടത്തി എന്ന് അവർക്ക് പോലും
ഊഹിക്കാൻ പറ്റാത്ത അത്രയും വലിയൊരു കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ തങ്ങൾ പറഞ്ഞ കാര്യം സത്യപ്പെടുത്താൻ വേണ്ടി അവർ പറഞ്ഞ മറ്റൊരു കാര്യമാണ് വസ്അൽ, പിതാവെ നിങ്ങൾ ചോദിക്കുക. സഅല യസ്അലു സുആലൻ, ചോദിക്കുക. വസ്അൽ, പിതാവെ നിങ്ങൾ ചോദിക്കൂ. അൽ ഖറയതല്ലതി, ആ പട്ടണത്തോട് ചോദിക്കൂ. കുന്ന ഫീഹ, ഞങ്ങളായിരുന്ന, അഥവാ മിസ്റിനെയാണ് ഉദ്ദേശം. ആ പട്ടണത്തോട് ചോദിക്കുക എന്ന് പറഞ്ഞാൽ അഹ്ലുൽ ഖറയ എന്നാണ് ഉദ്ദേശം. പട്ടണത്തിലെ ആളുകളോട്. പട്ടണത്തോട് ചോദിച്ചിട്ട് കാര്യമില്ല, ഉദ്ദേശം പട്ടണത്തിലെ ആളുകളോട് ചോദിക്കുക. അതേപോലെ തന്നെ വൽ ഈറല്ലതി അഖ്ബൽനാ ഫീഹ. വൽ ഈർ എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ദർസിൽ മനസ്സിലാക്കി, യാത്രാസംഘം, കച്ചവട സംഘം, വിഭവങ്ങളുമായി ഒട്ടകപ്പുറത്തോ മറ്റോ സഞ്ചരിക്കുന്ന സംഘത്തിനാണ് ഈർ എന്ന് പറയുന്നത്. അപ്പോൾ ഏതൊരു സംഘത്തിൻ്റെ കൂടെയാണോ ഞങ്ങൾ വന്നത്, അഖ്ബല യുഖ്ബിലു ഇഖ്ബാലൻ, വരിക. അഖ്ബൽനാ ഫീഹ, ഏതൊരു സംഘത്തിൻ്റെ കൂടെയാണോ ഞങ്ങൾ വന്നത് ആ സംഘത്തോട് നിങ്ങൾ ചോദിച്ചോളൂ. കാരണം അവരെ വിളിച്ചിട്ടാണല്ലോ ആ മുനാദി പറഞ്ഞത്, അയ്യത്തുഹൽ ഈറു ഇന്നക്കും ലസാരിഖൂൻ, ഓ യാത്രാസംഘമേ നിങ്ങൾ മോഷ്ടാക്കളാകുന്നു എന്നവർ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർക്ക് സംഭവം അറിയാം. അതുകൊണ്ട് ഞങ്ങൾ കളവ് പറയുകയല്ല, ഞങ്ങളുടെ കൂടെയുണ്ടായിരുന്ന യാത്രാസംഘത്തോട് നിങ്ങൾക്ക് ചോദിക്കാം. അല്ലെങ്കിൽ മിസ്ർ എന്ന പട്ടണത്തിൽ, ഈജിപ്തിൽ പോയി അവിടെയുള്ള ആളുകളോട് ചോദിച്ചാൽ കൊട്ടാരത്തിലെ ആളുകൾ സാക്ഷ്യം പറയും. അതുകൊണ്ട് ഞങ്ങൾ കളവല്ല പറയുന്നത്. വ ഇന്നാ ലസ്വാദിഖൂൻ, ഞങ്ങൾ സത്യം പറയുന്നവരാകുന്നു, ഞങ്ങൾ സത്യം പറയുന്നവരാകുന്നു. സ്വാദിഖ് എന്ന് പറഞ്ഞാൽ അഹ്ലുസ്സിദ്ഖ്, സത്യത്തിൻ്റെ ആൾക്ക്, സത്യം പറയുന്ന ആൾക്കാണ് സ്വാദിഖ് എന്ന് പറയുന്നത്. വ ഇന്നാ ലസ്വാദിഖൂൻ, ഞങ്ങൾ സത്യമാണ് പറയുന്നത്. അവർക്ക് അങ്ങനെയൊക്കെ പറയേണ്ടി വന്നത് അതിനു മുമ്പ് അവർ ചെയ്ത ഒരു കളവ് കാരണത്താലാണ്. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയെ കൊണ്ടുപോയ സന്ദർഭത്തിൽ ഉള്ളിൽ കൃത്യമായും പ്ലാനോടുകൂടിയാണ് അവർ കൊണ്ടുപോയത്. അപ്പോൾ അവർ കളവ് പറയുന്നവർ തന്നെയായിരുന്നു. എന്നാൽ ഇപ്പോൾ അവർ യഥാർത്ഥത്തിൽ സത്യമാണ് പറയുന്നത്. പക്ഷേ നമുക്കറിയാം, ഒരാളിൽ നിന്ന് ഒരിക്കൽ ഒരനുഭവം ഉണ്ടായാൽ പിന്നീട് ആ ഒരു കാര്യം വെച്ചിട്ടാണ് ആ വ്യക്തി പറയുന്ന മറ്റു കാര്യങ്ങൾ നമ്മൾ പലപ്പോഴും അളക്കുക. അതുകൊണ്ട് തന്നെ അവർക്കറിയാം, ഞങ്ങൾ പറഞ്ഞാൽ അവിശ്വസിക്കാനുള്ള കാരണങ്ങളാണ് കൂടുതലുള്ളത്. അതുകൊണ്ട് തന്നെ അവർ സത്യമിട്ട് പറയുകയാണ്. വ ഇന്നാ ലസ്വാദിഖൂൻ, ഞങ്ങൾ സത്യമാണ് പറയുന്നത്. നിങ്ങൾക്ക് മിസ്റിലുള്ള ആളുകളോട് ചോദിക്കാം, അല്ലെങ്കിൽ ഞങ്ങൾ വന്ന യാത്രാസംഘത്തോട് ചോദിക്കാം, സംഭവിച്ചത് സത്യമാണ്. ഖാല, അപ്പോൾ യാക്കൂബ് അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, ബൽ സവ്വലത് ലക്കും അൻഫുസുക്കും അംറാ. സവ്വല യുസവ്വിലു തസ്വീല. സവ്വല എന്ന് പറഞ്ഞാൽ ഭംഗിയാക്കി തോന്നിപ്പിക്കുക. സവ്വല എന്ന് പറഞ്ഞാൽ ഭംഗിയാക്കി തോന്നിപ്പിക്കുക, ഉചിതമാക്കി തോന്നിപ്പിക്കുക, ഒരു പ്ലാനിലേക്ക് എത്തിക്കുക. അതിനൊക്കെയാണ് സവ്വല എന്ന് പറയുന്നത്. ഖാല, അപ്പോൾ യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ബൽ, അല്ല, കാരണം നിങ്ങൾ പറയുന്നതിനെ എനിക്ക് ആ നിലക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. സവ്വലത് ലക്കും അൻഫുസുക്കും, നിങ്ങളുടെ നഫ്സുകൾ, നഫ്സിൻ്റെ ജംആണ് അൻഫുസ്, നിങ്ങളുടെ മനസ്സുകൾ നിങ്ങൾക്ക് എന്തോ ഒരു കാര്യം ഭംഗിയാക്കി തോന്നിപ്പിച്ചിട്ടുണ്ട്. നിങ്ങളുടെ മനസ്സിൽ എന്തോ ഒരു പ്ലാനുണ്ട്. ഒരിക്കൽ നിങ്ങൾ ഇതേപോലെ പറഞ്ഞ് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയെ കൊണ്ടുപോകുന്നു. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയെ കാണുന്നില്ല. പിന്നീട് എൻ്റെ മകൻ ബിനിയാമീനിനെ കൊണ്ടുപോകുന്നു. ബിനിയാമീനിനെ കാണുന്നില്ല. മാത്രമല്ല, ഈ സ്റ്റോറി നിർമ്മിക്കപ്പെട്ട സ്റ്റോറിയാണെങ്കിൽ ഒരാൾ കൂടി മിസ്സിംഗ് ആണ്, മൂത്ത സഹോദരൻ റൂബീൽ. കാരണം ഇവർ പറഞ്ഞത് സത്യമാണെങ്കിൽ അദ്ദേഹം മിസ്റിലുണ്ട്, ഇല്ല എങ്കിൽ എന്തോ ഒരു ആപത്ത് അവനും പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അള്ളാഹു അറിയിച്ചു കൊടുത്തതല്ലാത്ത ഒരു ഗൈബും പ്രവാചകന്മാർക്കറിയില്ലല്ലോ. അള്ളാഹു അറിയിച്ചു കൊടുത്താൽ അറിയും. അതുകൊണ്ട് തന്നെ അദ്ദേഹം പറഞ്ഞു, ഖാല ബൽ സവ്വലത് ലക്കും അൻഫുസുക്കും അംറാ, എന്തോ ഒരു കാര്യം നിങ്ങളുടെ ഹൃദയം നിങ്ങൾക്ക് ഭംഗിയാക്കി തോന്നിപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഫസബ്റുൻ ജമീൽ, ഭംഗിയായ ക്ഷമ, ഭംഗിയായ ക്ഷമ. ഫസബ്റുൻ ജമീലുൻ, സബ്ർ എന്ന് പറഞ്ഞാൽ ക്ഷമ, ജമീൽ എന്ന് പറഞ്ഞാൽ ഭംഗിയായ ക്ഷമ. ഇവിടെ സബ്ർ എന്നുള്ളത് ഇസ്മാണ് അല്ലെങ്കിൽ മസ്ദറാണ്.
ഞാൻ ക്ഷമിക്കുന്നു എന്നല്ല പറഞ്ഞത്, ഫഅസ്ബിറു എന്നല്ല പറഞ്ഞത്, ഞാൻ ക്ഷമിക്കുന്നു എന്നല്ല, മറിച്ച് ഫസബുറുൻ ജമീലുൻ, ഭംഗിയായ ക്ഷമ. അതതിൻ്റെ മസ്ദറിൽ ഉപയോഗിക്കാനുള്ള കാരണം ക്ഷമയുടെ അങ്ങേ തലയാണത്. കാരണം ക്ഷമ എന്നതെന്താണോ അത് മുഴുവനായും എന്നാണ് അതിൻ്റെ അർത്ഥം. നേരെ മറിച്ച് ഞാൻ ക്ഷമിക്കുന്നു, നിങ്ങൾ ക്ഷമിക്കുന്നു എന്ന് പറയുമ്പോൾ വ്യക്തികളുടെ ക്വാളിറ്റി അനുസരിച്ച് ആ ക്ഷമയിൽ കുറവുണ്ടാവാം, കൂടുതലുണ്ടാവാം. പക്ഷെ ക്ഷമ എന്ന് പറയുന്ന ആ മസ്ദറിൽ കുറവുമില്ല, കൂടുതലുമില്ല. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു പോയിൻ്റ്. ഞാൻ ക്ഷമിക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുന്നു എന്ന് പറയുമ്പോൾ ആ ക്ഷമയുടെ അളവ് കുറയാം, കൂടാം. എന്നാൽ ക്ഷമ എന്ന് പറയുമ്പോഴോ അതതിൻ്റെ പൂർണ്ണാർത്ഥത്തിലുള്ളൊരു വേർഡാണ്. അതുകൊണ്ടാണ് ഫസബുറുൻ ജമീലുൻ, ഭംഗിയായ ക്ഷമ എന്ന് പറഞ്ഞാൽ ക്ഷമയുടെ അങ്ങേയറ്റം ഞാൻ പ്രകടിപ്പിക്കുകയാണ്. ഫസബുറുൻ ജമീൽ, അങ്ങേയറ്റം ഞാൻ ക്ഷമിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ ഭംഗിയായ ക്ഷമയുടെ അനിവാര്യമായ ഔട്ട്പുട്ടാണ് പിന്നെ പറയുന്നത്. എന്താണ്? അസല്ലാഹ്, അള്ളാഹു ആയേക്കാം. അസ എന്നുള്ളത് ആയേക്കാം എന്ന അർത്ഥം ലഭിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വേർഡാണ്. അസല്ലാഹു, അള്ളാഹു സുബ്ഹാനഹു വ തആല ആയേക്കാം, അൻ യഅ്തിയനീ ബിഹിം, അവരെയും കൊണ്ടുവരും, അള്ളാഹു കൊണ്ടുവന്നു തരും. അതാ യഅ്തി ഇതിയാനൻ, അതാ ബി കൊണ്ടുവരിക. അൻ യഅ്തിയനീ ബിഹിം ജമീഅ, അവരെ എല്ലാവരെയും അള്ളാഹു എനിക്ക് കൊണ്ടുവന്നു തരും. ഇവിടെ ബിഹിമ എന്നല്ല പറഞ്ഞത്, അവർ രണ്ടുപേരെ എന്നല്ല പറഞ്ഞത്, ബിഹിം. കാരണം രണ്ടിൽ കൂടിയാൽ അതാണ് ജംഅ്. കാരണം ഇപ്പോൾ മൂന്നാളായി. ഒന്ന് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം, രണ്ട് ബിനിയാമീൻ, മൂന്ന് റൂബീൽ, മൂത്ത മകൻ. ആ മൂന്ന് പേരെയും അള്ളാഹു കൊണ്ടുവരും. അസല്ലാഹു അൻ യഅ്തിയനീ ബിഹിം ജമീഅ, അള്ളാഹു സുബ്ഹാനഹു വ തആല അവർ എല്ലാവരെയും എൻ്റെ അടുക്കൽ കൊണ്ടുവരുന്നതാണ്. ഇന്നഹു, നിശ്ചയമായും അവൻ, ഹുവൽ അലീം, അവനെല്ലാം അറിയുന്നവനും, അൽ ഹക്കീം, അഗാധജ്ഞനുമാകുന്നു. ഹിക്മത്ത് എന്ന് പറഞ്ഞാൽ വളുഉ ശൈഇ ഫീ മൗളിഇഹി. ഹിക്മത്ത് എന്ന് പറഞ്ഞാൽ ഒരു കാര്യം അതിൻ്റെ സ്ഥാനത്ത് വെക്കലാണ്. ഒരു കാര്യം അതിൻ്റെ സ്ഥാനത്ത് വെക്കലാണ്. ചെയ്യേണ്ട കാര്യങ്ങൾ, പ്രവർത്തിക്കേണ്ട കാര്യങ്ങൾ, പറയേണ്ട കാര്യങ്ങൾ അതത് സമയങ്ങളിൽ, സ്ഥാനങ്ങളിൽ, സന്ദർഭങ്ങളിൽ പറയുന്നതിനാണ് ഹിക്മത്ത് എന്ന് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ദുൽ ഹിക്മ, അള്ളാഹു ഹിക്മത്തിൻ്റെ ഉടമയാണ്. അതുകൊണ്ട് തന്നെ അവൻ അൽ ഹക്കീമാണ്. ഏത് കാര്യവും എപ്പോഴാണ് വേണ്ടത് എന്ന് റബ്ബിനറിയാം. അതുകൊണ്ട് ഇപ്പോൾ എനിക്കെൻ്റെ മക്കൾ നഷ്ടപ്പെട്ടതായിട്ടാണ് എൻ്റെ മുന്നിലുള്ളത്. പക്ഷേ അള്ളാഹു ഹിക്മത്തുള്ളവനാണ്, എല്ലാം അറിയുന്നവനാണ്. ആ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ ഉചിതമായ സന്ദർഭത്തിൽ നിശ്ചയമായും അവരെ ഞാൻ കണ്ടെത്തുക തന്നെ ചെയ്യും. അവർ എൻ്റെ അടുക്കൽ വരും, എൻ്റെ റബ്ബെനിക്ക് അവരെ കൊണ്ടുവന്നു തരുമെന്നുള്ള അപാരമായ ശുഭപ്രതീക്ഷയുടെ, അള്ളാഹുവിലുള്ള തവക്കുലിൻ്റെ, അള്ളാഹുവിലുള്ള ആ സിഖത്തിൻ്റെ അടയാളമാണ് മഹാനായ യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം കാണിക്കുന്നത്. അതുകൊണ്ടാണ് ഉലമാക്കൾ പറഞ്ഞത്, ഭംഗിയുള്ള ക്ഷമ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അർത്ഥമാക്കുന്നത് മോശമായ ഒന്നും സമജീവികളോടും പറയാതെ, റബ്ബിനോടും പറയാതെ, അള്ളാഹുവിൽ ഏറ്റവും നല്ല പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് മുന്നിലിരിക്കുന്നവർക്ക് മാപ്പ് നൽകുന്നതിനാണ് ഭംഗിയായ ക്ഷമ എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾ നോക്കൂ, യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം അവരോട് ഉപയോഗിച്ച വാക്കെന്താണ്? ഒരു ഉപ്പാക്ക് എന്തൊക്കെ പറയാം, അതും ഇത്രയധികം കാരണങ്ങളുണ്ടായിട്ടും. പക്ഷേ പറഞ്ഞതെന്താണ്? ഖാല ബൽ സവ്വലത് ലക്കും അൻഫുസുക്കും അംറ, നിങ്ങൾ മനസ്സിൽ എന്തോ ഒന്ന് പ്ലാനാക്കിയിരിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ എന്തോ ഒന്ന് ഭംഗിയാക്കി തോന്നിപ്പിക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങളുടെ നഫ്സ് നിങ്ങൾക്ക് എന്തോ ഒരു ഐഡിയ പറഞ്ഞു തന്നിരിക്കുന്നു. ആ നിലക്കുള്ള വലിയ ഒരു ആരോപണമൊന്നുമില്ലാത്ത, എന്നാൽ അതേ സന്ദർഭത്തിൽ തൻ്റെ ഉള്ളിലുള്ള വികാരത്തെ പ്രകടിപ്പിച്ചുകൊണ്ടുള്ള വളരെ നല്ലൊരു പ്രയോഗമാണ് പറഞ്ഞിട്ടുള്ളത്. ഒരിക്കലും മോശമായ വാക്കുകളൊന്നും അതിൽ കാണാൻ കഴിയുന്നില്ല. എന്നിട്ടാണ് പറയുന്നത് ഫസബുറു ജമീൽ. ഇത് മുമ്പും പറഞ്ഞിട്ടുണ്ട്. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയെ നഷ്ടപ്പെട്ട സമയത്തും പറഞ്ഞത് ഫസബുറുൻ ജമീൽ വല്ലാഹുൽ മുസ്തആനു അലാ മാ തസിഫൂൻ. നോക്കൂ, അവിടെയും പറഞ്ഞത് അതാണ്. നിങ്ങൾ വസ്ഫ് ചെയ്യുന്നതിൽ നിന്ന് ഞാൻ അള്ളാഹുവിൽ അഭയം തേടുന്നു. അവിടെയും
തെറിവാക്കുകളില്ല, ചീത്ത വാക്കുകളില്ല, വമ്പിച്ച ശകാരങ്ങളില്ല, വലിയ നിലക്കുള്ള കുറ്റപ്പെടുത്തലുകളില്ല. മറിച്ച് വളരെ നല്ല രൂപത്തിലാണ് പ്രതികരിക്കുന്നത്. അപ്പോൾ ഒന്ന്, അവരോട് വളരെ മോശമായി പറഞ്ഞില്ല, ഫസബുറുൻ ജമീൽ. രണ്ടാമത്തത്, അള്ളാഹുവിനെ സംബന്ധിച്ച് എൻ്റെ റബ്ബ് ഞാനൊരു പ്രവാചകനായിട്ട്, ഇത്രയും നല്ല തിരഞ്ഞെടുക്കപ്പെട്ട ഒരു പ്രവാചകനായിട്ട്, രണ്ട് പ്രവാചകന്മാരുടെ, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം, ഇസ്ഹാഖ് അലൈഹി സ്വലാത്തു വസ്സലാം, അവരുടെ ഒക്കെ മകനും പേരക്കുട്ടിയുമെല്ലാമായിട്ട് പടച്ച റബ്ബ് എന്നോട് ഇങ്ങനെയാണല്ലോ ഈ വാർദ്ധക്യത്തിൽ ചെയ്തത് എന്ന ഒരു വാക്ക് പോലും ആ മനസ്സിൽ പോലുമില്ല, നാവിലുമില്ല, മനസ്സിലുമില്ല. അത്ര കടുത്ത പരീക്ഷണമുണ്ടായിട്ടും പോസിറ്റീവായിട്ടാണ് ചിന്തിക്കുന്നത്. അസല്ലാഹു അയ്യഅ്തിയനി ബിഹിം ജമീഅ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ എല്ലാവരെയും കൊണ്ട് എൻ്റെ അടുക്കൽ വരും എന്ന് പറഞ്ഞാൽ അള്ളാഹു വരും എന്ന അർത്ഥത്തിലല്ല, റഹ്മാനായ റബ്ബ് എനിക്ക് അവരെ തിരിച്ചു തരും. അള്ളാഹു സുബ്ഹാനഹു വ തആല എനിക്ക് അവരെ തിരിച്ചു തരും. എന്നിട്ട് അള്ളാഹുവിൻ്റെ വമ്പിച്ച രണ്ട് അസ്മാഉകൾ, രണ്ട് സിഫത്ത് ഉൾക്കൊള്ളുന്ന അസ്മാഉകൾ പറഞ്ഞ് അള്ളാഹുവിനെ പുകഴ്ത്തുകയാണ്. നോക്കൂ, ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിലും ചിലപ്പോൾ ചില ആളുകൾ പുകഴ്ത്താതിരിക്കുകയെങ്കിലും ചെയ്യും. അല്ല, മറിച്ച് യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നത് ഇന്നഹു ഹുവൽ അലീം, അള്ളാഹു എല്ലാം അറിയുന്നവനാണ്. നാം എന്തറിയുന്നു, മനുഷ്യൻ എന്തറിയുന്നു, സൃഷ്ടികൾ എന്തറിയുന്നു, റഹ്മാനായ റബ്ബിൻ്റെ പ്ലാനിനെക്കുറിച്ച് നമുക്കെന്തറിയാം? 7 ആകാശങ്ങളും 7 ഭൂമിയും സമസ്ത ചരാചരങ്ങളെയും സൃഷ്ടിച്ച് സംരക്ഷിച്ച് പരിപാലിക്കുന്ന അതുല്യനും അജയ്യനും രാജാതിരാജനും മലിക്കുൽ ജബ്ബാറുമായ ഈ മഹാപ്രപഞ്ചത്തിൻ്റെ ഉടമസ്ഥനായ അള്ളാഹുവിൻ്റെ തീരുമാനങ്ങളെക്കുറിച്ച്, അവൻ്റെ അറിവിനെക്കുറിച്ച് മനുഷ്യനെന്തറിയാം? അസല്ലാഹു അയ്യഅ്തിയനി ബിഹിം ജമീഅ, അള്ളാഹു കൊണ്ടുവന്നു തരും. ഇന്നഹു ഹുവൽ അലീം, അവനെല്ലാം അറിയുന്നവനാണ്. അൽ ഹക്കീം, അഗാധജ്ഞനാണ്. ഏത് കാര്യവും അതതിൻ്റെ സന്ദർഭത്തിൽ റഹ്മാനായ റബ്ബ് അവൻ്റെ ഖലാ ഉണ്ടാവും, അവൻ്റെ ഖദർ ഉണ്ടാകും. അതനുസരിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല നടപ്പിൽ വരുത്തുക തന്നെ ചെയ്യും എന്ന ശുഭപ്രതീക്ഷ. ഇതാണ് യഥാർത്ഥത്തിൽ മനുഷ്യനെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന ഘടകം. ഇതില്ലാത്തത് കൊണ്ടാണ് പലരും ആത്മഹത്യ ചെയ്യുന്നത്, പലരും ഡിപ്രഷൻ എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് പോകുന്നത്, വലിയ വലിയ നിരാശയിലും വിഷാദ രോഗങ്ങളിലും അകപ്പെടുന്നത്. അതുകൊണ്ടാണ് മനഃശാസ്ത്രജ്ഞന്മാർ പോലും പറയുന്നത് ടുഡേ ഈസ് ഹാർഡ്, ടുമോറോ വിൽ ബി ഹാർഡർ ദാൻ ടുഡേ, ബട്ട് ദ ഡേ ആഫ്റ്റർ ടുമോറോ മസ്റ്റ് ബി ബ്യൂട്ടിഫുൾ. ഇന്ന് പ്രയാസം ഉണ്ടാകാം, നാളെ ഇന്നത്തേക്കാൾ പ്രയാസം ഉണ്ടാവും, പക്ഷേ മറ്റന്നാൾ മനോഹരമായിരിക്കും. പക്ഷേ മനോഹരമായ ആ മറ്റന്നാളിനെ ഉദ്ദേശിച്ച് ഒരാൾ ഇന്ന് തൻ്റെ ജീവൻ ഒടുക്കുന്നു. അതാണ് വിഡ്ഢിത്തം. ഒരാൾ മരിക്കുന്നത് ഇന്നിനു വേണ്ടിയല്ല, നാളെയുടെ കാര്യം ആലോചിച്ച് ആളുകൾ ആത്മഹത്യ ചെയ്യുന്നു. യഥാർത്ഥത്തിൽ അയാളുടെ എല്ലാ പ്രശ്നങ്ങളുടെയും പരിഹാരം നാളെയായിരുന്നു. അത് പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞ കാര്യമാണത്. എന്താണത്? ഫഇന്ന മഅൽ ഉസ്രി യുസ്റാ, ഉസ്റിൻ്റെ കൂടെ യുസ്റുണ്ട്. പക്ഷെ ക്ഷമിക്കാൻ തയ്യാറില്ല. നിങ്ങൾ ക്ഷമിക്കുന്നില്ല. നിങ്ങൾ ക്ഷമിച്ചിരുന്നെങ്കിൽ യുസ്റാണ് നാളെ. ഇന്ന് ഉസ്റാണെങ്കിൽ നാളെ യുസ്റാണ്. പക്ഷേ നാളെയും ഉസ്റാണെന്ന് തെറ്റിദ്ധരിച്ച് അയാൾ ഇന്ന് ആത്മഹത്യ ചെയ്യുന്നു, നിരാശപ്പെടുന്നു, പല നന്മകളും ഉപേക്ഷിക്കുന്നു. എന്നാൽ അമ്പിയാക്കൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്, റഹ്മാനായ റബ്ബിൽ ബരമേൽപ്പിക്കുന്ന ഒരു യഥാർത്ഥ വിശ്വാസി ഏത് പരീക്ഷണ ഘട്ടങ്ങളിലും സമചിത്തത കൈവിടുകയില്ല. പ്രതീക്ഷയാണ്, എൻ്റെ റബ്ബ് നാളെ എനിക്ക് നല്ലത് തരും. അതാണ് അസല്ലാഹു അയ്യഅ്തിയനി ബിഹിം ജമീഅ. അല്ലെങ്കിൽ എത്ര കാലം, സുദീർഘമായ ഒരു കാലഘട്ടത്തിന് ശേഷം യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയെ തിരിച്ചു കിട്ടല്ല ചെയ്യുന്നത്, ഒരു മകൻ കൂടി നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. ആർക്കും നിരാശ വരാം. പക്ഷേ അസല്ലാഹു അയ്യഅ്തിയനി ബിഹിം ജമീഅ ഇന്നഹു ഹുവൽ അലീമുൽ ഹക്കീം. അല്ലാഹു അൽ അലീമാണ്, അൽ ഹക്കീമാണ്. ഇത്രയും വലിയൊരു പ്രതീക്ഷ റഹ്മാനായ റബ്ബിൽ വെക്കുന്ന ആളുകൾക്ക് ഒരിക്കലും നിരാശ ഉണ്ടാവില്ല. അവർ ഒരിക്കലും തകർന്നു പോവുകയില്ല. അവർക്ക് സങ്കടമുണ്ടാകാം, അവർ കരയും, അത് റഹ്മത്തിൻ്റെ ഭാഗമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഹൃദയത്തിൽ വേദനയുണ്ടാകും, കണ്ണുകൾ നിറയുകയും കണ്ണീര് വരികയും ചെയ്യും. പക്ഷേ റബ്ബിന് നിരക്കാത്തത് പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്യില്ല. ഇതാണ് ഒരു മുസ്ലിമിൻ്റെ നിലപാട്. കാരുണ്യം കൊണ്ട് ഹൃദയത്തിൽ വേദനയുണ്ടാകും, കണ്ണുകളിൽ നിന്ന് കണ്ണുനീര് വരാം,
പക്ഷെ അതിനപ്പുറത്ത് റബ്ബിന് ഇഷ്ടപ്പെടാത്ത ഒരു വാക്കും ഒരു ചിന്തയും, പറയാൻ പാടില്ലാത്തൊരു വാക്കും നാവിൽ നിന്ന് വരികയില്ല. ഈ അവസ്ഥക്കാണ് എന്ത് പറയുന്നത്? സബുറു ജമീൽ, ഫസബുറു ജമീൽ അസല്ലാഹു അൻ യഅതിയനി ബിഹിം ജമീഅ ഇന്നഹു ഹുവൽ അലീമുൽ ഹകീം. സൂറത്ത് യൂസുഫ് മറ്റു അധ്യായങ്ങളിൽ നിന്ന് വേറിട്ട് നിൽക്കാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന്, ഏത് പരീക്ഷണത്തിലും, എത്ര കടുത്ത പരീക്ഷണത്തിലും പാറ പോലെ ഉറച്ചു നിൽക്കാൻ വിശ്വാസികളെ പ്രേരിപ്പിക്കുന്ന എല്ലാ ആശയങ്ങളും ഈ ചരിത്രത്തിലുണ്ട്. അതിന് പര്യാപ്തമായ എല്ലാ വിശദീകരണങ്ങളും ഇതിലുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇനി അടുത്ത വചനം നോക്കൂ. വതവല്ല അൻഹും, അങ്ങനെ യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം മക്കളിൽ നിന്ന് മാറി നിന്നു. തവല്ല യതവല്ല, തവല്ലി എന്ന് പറഞ്ഞാൽ വിട്ടു നിൽക്കുക, മാറി നിൽക്കുക. വതവല്ല അൻഹും, അങ്ങനെ അവരിൽ നിന്ന് അദ്ദേഹം മാറി നിന്നു. വഖാല, എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, യാ അസഫ അലാ യൂസുഫ്, യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കാര്യത്തിൽ എന്തൊരു സങ്കടം, എൻ്റെ സങ്കടമേ. ചില തഫ്സീറുകളിൽ കാണാം യാ ഹുസ്നി അശ്ശദീദ്, കഠിനമായ എൻ്റെ സങ്കടമേ യൂസുഫിൻ്റെ കാര്യത്തിൽ. അലാ യൂസുഫ്, അല്ലെങ്കിൽ ചില മുഫസ്സിരിങ്ങൾ പറഞ്ഞതുപോലെ യൂസുഫിൻ്റെ കാര്യം എത്ര സങ്കടകരം, അഥവാ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമക്ക് എൻ്റെ മകന് എത്ര സങ്കടം ഉണ്ടാവും. യാ അസഫ അലാ യൂസുഫ്, എവിടെയാണ് യൂസുഫ്, എവിടെ പോയി, ഏത് നാട്ടിലാണ്, എന്തായിരിക്കും അവൻ്റെ അവസ്ഥ, എത്ര സങ്കടമുണ്ടാകും എൻ്റെ മകന്. ആ അർത്ഥത്തിലും അതാലോചിച്ചിട്ട് എൻ്റെ സങ്കടവും, അതാണ് യാ അസഫ അലാ യൂസുഫ്, യൂസുഫിൻ്റെ കാര്യത്തിൽ എൻ്റെ സങ്കടമേ. അസിഫ എന്ന് പറഞ്ഞാൽ സങ്കടപ്പെടുക. യഅസഫു അസഫൻ ഫഹുവ ആസിഫ്, ആസിഫ് എന്ന് പറഞ്ഞാൽ സങ്കടപ്പെടുന്നവൻ. അസഫ, യാ അസഫ എന്ന് പറഞ്ഞാൽ സങ്കടമേ, ദുഃഖമേ എന്നാണ് അർത്ഥം. യാ അസഫ അലാ യൂസുഫ് വബിയദ്ദത ഐനാഹ്, അദ്ദേഹത്തിൻ്റെ രണ്ട് കണ്ണുകളും വെള്ളയായിപ്പോയി. ഇബിയദ്ദ എന്ന് പറഞ്ഞാൽ ബയാള് വരിക, വെള്ള ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ കറുപ്പിനെ പോലും വെള്ള ബാധിക്കുക. അല്ല എങ്കിൽ കണ്ണിലെന്തുണ്ട്? വെളുപ്പുണ്ട്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരു സ്ത്രീ വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തമാശയിൽ പോലും കളവ് പറയില്ല, പക്ഷേ ചില സത്യം തമാശയാക്കി പറയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരുപാട് കാണാൻ കഴിയും. അതിലൊന്ന് അള്ളാഹുവിൻ്റെ റസൂൽ ആ സ്ത്രീ വന്നപ്പോൾ ചോദിച്ചു, ആ നീ ഇന്നാളുടെ ഭാര്യയല്ലേ? അതെ. ആ കണ്ണിൽ വെളുപ്പുള്ള ആളല്ലേ? അപ്പോൾ ആ സ്ത്രീ ആകെ ബേജാറായി. എൻ്റെ ഭർത്താവിന് അങ്ങനെ ഒരു രോഗമില്ലല്ലോ. അല്ല അല്ല, നിൻ്റെ ഭർത്താവിൻ്റെ കണ്ണിൽ വെളുപ്പുണ്ട്, രണ്ട് കണ്ണിലും വെളുപ്പുണ്ട്. ആ സ്ത്രീ ആകെ ബേജാറായി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പേടിക്കണ്ട, ആരുടെ കണ്ണിലാണ് വെളുപ്പില്ലാത്തത്? എല്ലാവരുടെ കണ്ണിലും വെളുപ്പുണ്ടാവും, വെളുപ്പുണ്ടാവും, കറുപ്പുണ്ടാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ സത്യം പറഞ്ഞ് ചിലപ്പോൾ ഒന്ന് സന്തോഷിപ്പിക്കാറുണ്ട്. അപ്പോൾ ഇവിടെ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ കറുപ്പുള്ള ഭാഗത്തേക്ക് പോലും വെളുപ്പ് പകർന്നു. ഇബിയദ്ദ എന്ന് പറഞ്ഞാൽ വെളുക്കുക. ഇബിയദ്ദ യബിയദ്ദു ഇബിയദാദൻ, വെളുപ്പ് വരിക. വബിയദ്ദത് ഐനാഹു, അദ്ദേഹത്തിൻ്റെ രണ്ട് കണ്ണുകളിലും വെളുപ്പ് ഓവറായി, അല്ലെങ്കിൽ ഒരു മങ്ങൽ വന്നു. എങ്ങനെ വന്നു? മിനൽ ഹുസ്നി, സങ്കടം കൊണ്ട്. മിനൽ ഹുസ്നി, സങ്കടം കൊണ്ട്, ദുഃഖം കൊണ്ട്. ആ ദുഃഖം കാരണത്താൽ കരഞ്ഞ് കരഞ്ഞ് കണ്ണിൻ്റെ നിറം മങ്ങിപ്പോയി. ഫഹുവ ഖലീം, അതോടൊപ്പം അദ്ദേഹം ഖലീമായിരുന്നു. ഖലമ യഖ്ലിമു ഖലമ, ഖലമ എന്ന് പറഞ്ഞാൽ എന്തൊന്നും ഉള്ളിലൊതുക്കുന്നതിനാണ് ഖലീം എന്ന് പറയുന്നത്. ഖലമ എന്ന് പറയുന്നത് അത് ദേഷ്യമാകാം, സങ്കടമാകാം, വെറുപ്പാകാം. എന്തൊന്നിനെ ഉള്ളിൽ അമർത്തിപ്പിടിക്കുന്നുവോ അതിനാണ് ഖലമ എന്ന് പറയുന്നത്. ഖലീം എന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്യുന്ന ആൾ. ഇവിടെ ഉദ്ദേശം ദുഃഖം ഉള്ളിൽ ഒതുക്കിപ്പിടിക്കുകയായിരുന്നു. എന്നിട്ട് മറ്റുള്ളവർ കാണാതെ കരയാനായിരുന്നു ഇഷ്ടം. അതുകൊണ്ടാണ് വതവല്ല അൻഹും, അവരിൽ നിന്ന് മാറി നിന്നു. അവർ കാണയല്ല, അവർ കാണാതെ. വതവല്ല അൻഹും, അവരിൽ നിന്ന് മാറി നിന്നിട്ടാണ് പറയുന്നത്. വഖാല യാ അസഫ അലാ യൂസുഫ്, എന്തൊരു സങ്കടം, എന്തൊരു ദുഃഖമാണ് യൂസുഫിൻ്റെ കാര്യത്തിൽ. വബിയദ്ദത ഐനാഹ്, അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ വെള്ളയായിപ്പോയി. മിനൽ ഹുസ്നി, സങ്കടം കൊണ്ട്. ഫഹുവ ഖലീം, കാരണം അദ്ദേഹം ദുഃഖം ഹൃദയത്തിൽ അടക്കി പിടിക്കുകയായിരുന്നു. പലർക്കും സാധിക്കാത്ത കാര്യമാണ്. ഹൃദയത്തിൽ ഒട്ടനവധി വേദനകളും
ഒരുപാട് ദുഃഖങ്ങളും ഉണ്ടായിട്ടും ആരെയും അറിയിക്കാതെ അതങ്ങനെ ഉള്ളിൽ ഒതുക്കിപ്പിടിക്കുന്ന വ്യക്തിത്വമായിരുന്നു മഹാനായ യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം. അതുകൊണ്ടാണ് സങ്കടം കൊണ്ട് അദ്ദേഹത്തിൻ്റെ കണ്ണുകൾക്ക് നിറവ്യത്യാസമുണ്ടായി. ഇവിടെ ഉലമാക്കൾ പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ്, നമ്മുടെ ദുഃഖങ്ങളെ, നമ്മുടെ സങ്കടങ്ങളെ മനുഷ്യരുടെ മുന്നിൽ അധികം പ്രകടിപ്പിക്കാതെ റഹ്മാനായ റബ്ബിലേക്ക് മാത്രം ഒതുക്കുക. ഇല്ലെങ്കിൽ അദ്ദേഹത്തിന് മക്കളുടെ മുന്നിൽ നിന്ന് കരയാം, തൻ്റെ മക്കളല്ലേ, അല്ല, വതവല്ല അൻഹു, അവരിൽ നിന്ന് മാറി നിന്നു. എന്നിട്ടാണ് പറയുന്നത് വഖാല യാ സഫ അലാ യൂസുഫ് വബിയല്ലത ഐനാഹു മിനൽ ഹുസ്നി. അത്രയധികം സങ്കടമുണ്ടായിട്ടും കരഞ്ഞ് കണ്ണുകൾ കലങ്ങിയിട്ടും ഫഹുവ കലീം. അള്ളാഹു അത് പ്രത്യേകം പറയാണ്, അദ്ദേഹം കലീമായിരുന്നു എന്ന് പറഞ്ഞാൽ വരുന്നവരോടും പോകുന്നവരോടുമൊക്കെ തൻ്റെ വിഷമങ്ങൾ പറഞ്ഞില്ല എന്നാണ്. നമുക്ക് ചെറിയൊരു വിഷമം വരുമ്പോഴേക്ക് എല്ലാവരെയും വിളിച്ചു പറയും. വീട്ടിൽ ആരൊക്കെ വരുന്നുണ്ടോ അവരോടൊക്കെ പറയും. റോട്ടിലൂടെ പോകുന്നവരെയൊക്കെ വിളിച്ച് പറയും. കുടുംബത്തിൽ ആര് വിരുന്ന് വന്നാലും അവരോടൊക്കെ പറയും. സുഹൃത്തുക്കളെ മുഴുവൻ വിളിച്ചു പറയും. എല്ലാ വാട്സപ്പിലും മെസ്സേജുകൾ അയക്കും. അങ്ങനെയല്ല വേണ്ടത്. മറിച്ച് അതിനുശേഷം വരുന്നുണ്ട്. അതിനുശേഷം യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ മൻഹജ് എന്താണെന്ന് പറയുന്നുണ്ട്. അൽഹംദുലില്ലാഹ്. അപ്പോൾ ഫഹുവ കലീം, അതൊരു നല്ല സ്വഭാവമാണ്. വേദനകൾ, സങ്കടങ്ങൾ, ദുഃഖങ്ങൾ ഹൃദയത്തിൽ അമർത്തിപ്പിടിക്കുക. ഈ ആയത്തിൻ്റെ തഫ്സീറിൽ ഇബ്നു ജരീർ അത്ബരി റഹിമഹുല്ലാഹ് സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഒരു ഖൗൽ ഉദ്ധരിക്കുന്നുണ്ട്. അത് സ്വഹീഹാണോ അല്ലേ എന്നുള്ളത് അറിയില്ല, അല്ലാഹു തബാറക വ തആല ആലം. എന്നാലും അദ്ദേഹം പറഞ്ഞത് സിയാഖിൽ നിന്ന് അതിലൊരു ശരിയുണ്ട് എന്ന് തോന്നുന്നത് കൊണ്ട് മാത്രം ഉദ്ധരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, ലം യുഅത അഹദുൻ ഗൈറു ഹാദിഹിൽ ഉമ്മത്തി അൽ ഇസ്തിർജാ അലാ തസ്മഊന ഇലാ ഖൗലി യാഖൂബ് യാ അസഫ അലാ യൂസുഫ്. ഇസ്തിർജാ അഥവാ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന ഖൗലി ഈ ഉമ്മത്തിന് മാത്രം നൽകപ്പെട്ടതാണ്. പൂർവ്വകാല സമൂഹത്തിന് ആ ഒരു ദിക്ർ പഠിപ്പിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞത് കേട്ടില്ലേ, സങ്കടം ഉണ്ടായപ്പോൾ അദ്ദേഹം എന്താ പറഞ്ഞത്? യാ അസഫ അലാ യൂസുഫ്. ഈ പരീക്ഷണങ്ങളൊക്കെ ഉണ്ടായിട്ടും ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്നൊരു വേർഡ് ഈ ചരിത്രം പറയുന്നിടത്ത് എവിടെയും കാണാൻ കഴിയുന്നില്ല. മറിച്ച് മറ്റു വാക്കുകളാണ് കാണുന്നത്. മറ്റു വാക്കുകൾ സമാന ആശയമുള്ള വാക്കുകളുണ്ട്. എന്നാലും ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന ഇസ്തിർജാ എന്ന് പറഞ്ഞാൽ അപാരമായ ഒരു കൗലാണ്. ആ കൗല് പറഞ്ഞ് പരീക്ഷണഘട്ടത്തിൽ ആരെങ്കിലും അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ അവർക്ക് സ്വർഗത്തിൽ ബൈത്തുൽ ഹംദ് എന്നൊരു വീട് പോലും നിർമ്മിക്കപ്പെടുമെന്നാണ് നമുക്ക് സ്വഹീഹായ ഹദീസുകളിൽ കാണാൻ കഴിയുന്നത്. അത്രയ്ക്ക് ഗംഭീരമായൊരു വാക്ക് ഈ ഉമ്മത്തിന് അള്ളാഹു നൽകിയ വമ്പിച്ചൊരു സമ്മാനം കൂടിയാണ്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. കാരണം ഏത് മുസീബത്ത് വന്നാലും ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. എന്നാൽ യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാമൊക്കെ മുസീബത്തിൻ്റെ വാർത്തകളൊക്കെ വന്നപ്പോഴും ഈ ഒരു വേർഡ് ഉപയോഗിച്ചതായിട്ട് കാണുന്നില്ല. അതുകൊണ്ട് അത് ഈ ഉമ്മത്തിന് മാത്രം നൽകപ്പെട്ടതാണ് എന്ന ഒരു അഭിപ്രായം സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇബ്നു ജരീർ അത്ബരി റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിക്കുന്നുണ്ട്. പക്ഷേ അതങ്ങനെ തന്നെയാണോ എന്ന് ഉറപ്പിച്ച് പറയാൻ നിർവാഹമില്ല. അല്ലാഹു തബാറക വ തആല അഅലം. എങ്ങനെയൊക്കെ ദുഃഖമൊതുക്കിയാലും പിതാവിൻ്റെ ശരീരം, പിതാവിൻ്റെ ശാരീരിക അവസ്ഥ, പിതാവിൻ്റെ കണ്ണുകൾ, പിതാവിൻ്റെ സംസാരം, ഇതൊക്കെ കണ്ടാൽ ഒരാൾ അനുഭവിക്കുന്ന ദുഃഖം മറ്റൊരാൾക്ക് വേഗം മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ മക്കൾ പറഞ്ഞു, ഖാലൂ, അവർ പറഞ്ഞു, തല്ലാഹ്, അല്ലാഹുവാണേ, തഫ്തഉ തദ്കുർ, താങ്കൾ ഓർത്തുകൊണ്ടേയിരിക്കും. ഫതഅ എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ആയി ഒരു കാര്യം ചെയ്യുന്നതിനാണ് പറയുന്നത്. ലാ യസാൽ, കണ്ടിന്യൂസ് ആയി നിർത്താതെ പ്രവർത്തിക്കുക. ഫതഅ യഫ്തഉ ഫതഅൻ വഫുതുഅ. അപ്പോൾ തഫ്തഉ തദ്കുർ എന്ന് പറഞ്ഞാൽ താങ്കൾ ഓർത്തുകൊണ്ടേയിരിക്കുന്നു. തഫ്തഉ തക്തുബ് എന്ന് പറഞ്ഞാൽ എഴുതിക്കൊണ്ടേയിരിക്കുക. തഫ്തഅ തഖറ, ഓതിക്കൊണ്ടേയിരിക്കുക എന്നതുപോലെ തഫ്തഉ തദ്കുർ, താങ്കൾ ഓർത്തുകൊണ്ടേയിരിക്കുകയാണ്, അല്ലെങ്കിൽ ഓർത്തുകൊണ്ടേ ഇരിക്കും. ആരെ? യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയെ. ഹത്താ തകൂന ഹറദൻ, ഹറദ യഹ്റുദു ഹുറൂദൻ എന്ന് പറഞ്ഞാൽ, ഹറദ എന്ന് പറഞ്ഞാൽ അതികഠിനമായ രോഗം. അൽ മറദു ഷദീദ്, കഠിനമായ രോഗം.
എന്ന് പറഞ്ഞാൽ രോഗവും വാർദ്ധക്യവും കൂടി എത്തിയിട്ട് മരണമല്ലാത്ത അവസ്ഥ, മരണത്തിൻ്റെ തൊട്ടടുത്തുള്ള അവസ്ഥക്കാണ് ഹറദ് എന്ന് പറയുന്നത്. ഹറദ യഹ്റുദു ഹുറൂദൻ വഹറദ ഹത്താ തകൂന ഹറദൻ. നിങ്ങൾ വലിയ രോഗിയായി പ്രായത്തേക്കാൾ കൂടുതലുള്ള വാർദ്ധക്യാവസ്ഥയിലേക്ക് നിങ്ങളെത്തും. നിങ്ങൾ ഇങ്ങനെ യൂസുഫിനെ ഓർക്കുകയാണെങ്കിൽ അലൈഹിസ്സലാത്തു വസ്സലാം, തഫ്തഉ തദ്കുറു യൂസഫ് ഹത്താ തകൂന ഹറദൻ ഔ തകൂന, അല്ലെങ്കിൽ നിങ്ങളായിത്തീരും മിനൽ ഹാലിക്കീൻ ഐ മിനൽ മയ്യിത്തീൻ, നിങ്ങൾ മരിച്ചു പോകും. ഇവിടെ ഹലക്ക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹലക യഹ്ലകു ഔ യഹ്ലികു ഹലാക്കൻ ഐ മൗത്തൻ, മരണം. ഔ തകൂന മിനൽ ഹാലിക്കീൻ, ഈ സങ്കടം കൊണ്ട് ഒന്നെങ്കിൽ നിങ്ങൾ വലിയ രോഗിയായിത്തീരും, അല്ലെങ്കിൽ നിങ്ങൾ മരിച്ചു പോകും. നിങ്ങൾ അത്രയും ഇങ്ങനെ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമെ ഓർത്തുകൊണ്ടിരിക്കുകയാണോ എന്ന് മക്കൾ പറയുകയാണ്. ഇടയ്ക്കിടയ്ക്ക് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയെക്കുറിച്ചുള്ള ഓർമ്മകൾ പോയാലും യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയെ ഓർക്കാനുള്ള സാഹചര്യങ്ങൾ വീണ്ടും വീണ്ടും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടിരുന്നു എന്നാണ്. അതിൽ അവസാനത്തതാണ് ബിനിയാമീനിനെ നഷ്ടപ്പെട്ടപ്പോൾ വീണ്ടും ആ പഴയ ചരിത്രം ഓർമ്മാവുകയാണ്. റൂബീലിനെ നഷ്ടപ്പെട്ടപ്പോൾ വീണ്ടും ആ പഴയ ചരിത്രം ഓർമ്മയാവുകയാണ്. അതുകൊണ്ട് തന്നെ അപ്പോഴൊക്കെ ഓർക്കുമ്പോഴും ഏറ്റവും വലിയ വേദനയായി യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം തന്നെയാണുള്ളത്. അതുകൊണ്ടും ബനിയാമീൻ നഷ്ടപ്പെട്ടപ്പോഴും പറയുന്നത് എന്താണ്? യാ അസഫ അല യൂസുഫ് എന്നാണ് പറയുന്നത്. കാരണം അത്രയും ഇഷ്ടമായിരുന്നു. ഏതെങ്കിലും ഒരു പിതാവിന്, നമുക്കറിയാം, ഒരു മകൻ മരണപ്പെട്ടാൽ പോലും കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ടോ മാസങ്ങൾ കൊണ്ടോ ഒരു പിതാവ് ആ കുട്ടിയെ മറന്നുപോയേക്കാം. പിന്നെ വർഷങ്ങൾക്ക് ശേഷം ഓർത്താൽ പോലും അതൊരു ഓർത്തെടുക്കൽ എന്നല്ലാതെ ഹൃദയത്തിന് വലിയ വേദന ഉണ്ടാക്കുന്ന രൂപത്തിലോ കണ്ണുനീര് വരുന്ന രൂപത്തിലോ എല്ലാവരും കരഞ്ഞുകൊള്ളണമെന്നില്ല. പക്ഷേ യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കാര്യം അതല്ല. വർഷങ്ങളോളമായി, അതാണ് മക്കൾ പറയുന്നത്, നിങ്ങൾ യൂസുഫിനെങ്ങനെ നിരന്തരമായി തഫ്തഉ തദ്കുർ എന്ന് പറഞ്ഞാൽ അതിനൊരു മുറിവ് എവിടെയും സംഭവിക്കാത്ത വിധത്തിൽ തഫ്തഉ തദ്കുർ യൂസുഫ ഹത്താ തകൂന ഹറദൻ ഔ തകൂന മിനൽ ഹാലിക്കീൻ, നിങ്ങൾ മരിച്ചു പോകും, അല്ലെങ്കിൽ വലിയ രോഗിയായിത്തീരും, സമയമാകുന്നതിന് മുമ്പേ വളരെ വലിയ വാർദ്ധക്യത്തിൽ നിങ്ങൾ എത്തിത്തീരും. അതുകൊണ്ട് ആ ഒരു ഓർമ്മയെ ഒന്ന് കുറയ്ക്കാൻ വേണ്ടി മക്കൾ പറയാണ്. അപ്പോഴാണ് യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ശ്രദ്ധേയമായ മറുപടി. അദ്ദേഹം പറഞ്ഞു, ഖാല ഇന്നമ, നിശ്ചയമായും ഞാൻ, അഷ്കൂ, എൻ്റെ ഷിക്വ, എൻ്റെ ഷിക്കായത്ത്, ഷക്കാ യഷ്കൂ ഷക്വൻ വശക്കാത്തൻ വശിക്കായത്തൻ വശക്വ, ആവലാതി ബോധിപ്പിക്കുന്നതിനാണത് പറയുന്നത്. ഇന്നമ അഷ്കൂ ബസ്സി, എൻ്റെ ബസ്. ബസ് എന്ന് പറഞ്ഞാൽ അഷദ്ദുൽ ഹുസ്ൻ, കഠിനമായ സങ്കടം എന്നൊരർത്ഥം അതിനുണ്ട്. അതോടൊപ്പം സങ്കടങ്ങളെ നാവുകൊണ്ട് പറയുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നതിനും ആ വേർഡ് ഉപയോഗിക്കും. ബസ്സ യബസ്സു, ബസ്സ എന്ന് പറഞ്ഞാൽ വിതറുക എന്നൊരർത്ഥമുണ്ട്. ഫകാനത്ത് ഹബാഅം മുംബസ്സ, പരിശുദ്ധ ഖുർആനിലുണ്ട്. അപ്പോൾ ബസ്സ എന്ന് പറഞ്ഞാൽ പ്രചരിപ്പിക്കുക, പറയുക. അപ്പോൾ സങ്കടങ്ങൾ പറയുന്നതിനും ബസ് എന്ന് പറയും. തൻ്റെ അതികഠിനമായ സങ്കടത്തെ പറയുന്നതിന് ബസ് എന്ന് പറയും. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഇന്നമ അഷ്കൂ ബസ്സി, എൻ്റെ സങ്കടങ്ങൾ, അതിനെക്കുറിച്ചുള്ള എൻ്റെ വേവലാതി, അതേപോലെ തന്നെ വഹുസ്നി, എൻ്റെ വേദനകൾ, എൻ്റെ ദുഃഖങ്ങൾ, അത് ഞാൻ ശിക്കായത്ത് പറയുന്നത് നിങ്ങളോടല്ല. നിങ്ങളതിനെക്കുറിച്ച്, എന്നെക്കുറിച്ച് നിങ്ങൾ ബേജാറാവണ്ട. ഇലല്ലാഹ്, ഞാൻ എൻ്റെ റബ്ബിനോടാണ് പറയുന്നത്, ഞാൻ അള്ളാഹുവിനോടാണ് പറയുന്നത്. ഞാൻ നിങ്ങളെ വിഷമിപ്പിക്കുന്നില്ല, ഞാൻ നിങ്ങളോട് പറഞ്ഞ് എപ്പോഴും നിങ്ങളെ വേദനിപ്പിക്കുന്നില്ല, നിങ്ങളോട് ഞാൻ എൻ്റെ സങ്കടം പറയുന്നില്ല. എനിക്കെൻ്റെ സങ്കടം എൻ്റെ റബ്ബിനോടാണ്. അവരെ കരയുന്നത് പോലും അവരെ കാണിക്കാതെ കരയാനാണ് അദ്ദേഹം ശ്രദ്ധിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എൻ്റെ സങ്കടങ്ങൾ ഞാൻ നിങ്ങളോട് പറയുന്നില്ലല്ലോ, അതുകൊണ്ട് നിങ്ങൾ എന്നെ വിട്ടേക്കൂ എന്നുള്ള അർത്ഥത്തിലാണ്. ഇന്നമ അഷ്കൂ ബസ്സി വഹുസ്നി ഇലല്ലാഹ്, എൻ്റെ സങ്കടങ്ങൾ, എൻ്റെ കഠിനമായ ദുഃഖം, എൻ്റെ വേദനകൾ ഞാൻ എൻ്റെ റബ്ബിനോട് മാത്രമേ പറയുന്നുള്ളൂ. മാത്രമല്ല വ അഅലമു, ഞാൻ അറിയുന്നു, വ അഅലമു, ഞാൻ അറിയുന്നു, മിനല്ലാഹ്, അള്ളാഹുവിൽ നിന്ന്, മാ ലാ തഅലമൂൻ, നിങ്ങളറിയാത്തത്. നിങ്ങളറിയാത്ത പലതും ഞാൻ റബ്ബിൽ നിന്ന് അറിയുന്നു. കാരണം ഞാൻ അള്ളാഹുവിൻ്റെ പ്രവാചകനാണ്, എനിക്ക് വഹിയുണ്ട്, എനിക്ക് അള്ളാഹു പല ഇൽമും നിങ്ങൾക്കില്ലാത്തത് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അതിനെക്കുറിച്ച് ബേജാറാവണ്ട.
നിങ്ങൾ എന്നെക്കുറിച്ച് ബേജാറാവണ്ട, എൻ്റെ സങ്കടങ്ങൾ ഞാൻ നിങ്ങളോട് പറയുന്നില്ല, ഞാൻ എൻ്റെ റബ്ബിനോടാണ് പറയുന്നത്. ഇതാണ് അദ്ദേഹത്തിൻ്റെ മൻഹജ്. ഇതായിരിക്കണം യഥാർത്ഥത്തിൽ മുസ്ലിമീങ്ങളുടെ മൻഹജും എന്നാണ്. ചില പണ്ഡിതന്മാർ പറയുന്നത് സലഫുകളിൽപ്പെട്ട പലർക്കും അവർക്കൊരു പ്രയാസമുണ്ട് എന്നുള്ളത് അവരുടെ ഭാര്യമാർ പോലും അറിയുന്നത് 10, 20, 40 വർഷങ്ങൾക്ക് ശേഷമാണ്. മഹാനായ ഒരു പണ്ഡിതൻ പറഞ്ഞത്, എൻ്റെ ഇടത് കണ്ണിൻ്റെ കാഴ്ച എന്നോ നഷ്ടപ്പെട്ടിട്ടുണ്ട്, പക്ഷേ 40 വർഷമായി എൻ്റെ ഭാര്യയ്ക്ക് പോലും അതറിയില്ല. ഞാൻ അവളോട് പറയാൻ നിന്നിട്ടില്ല. ധാരാളം പണ്ഡിതന്മാരുടെ വാക്കുകളുണ്ട്. കാരണം ഈ ആയത്തുകൾ അവർ അക്ഷരാർത്ഥത്തിലെടുക്കുകയാണ്. അഷ്കൂ ബസ്സി വഹുസ്നി ഇലല്ലാ, സങ്കടങ്ങളൊക്കെ അള്ളാഹിനോട് പറയാം, റഹ്മാനായ റബ്ബിനോട്. ഫഇദാ ഫറഗ്ത ഫൻസബ് വഇലാ റബ്ബിക ഫർഗബ്, നിങ്ങളുടെ റബ്ബിനോട് നിങ്ങളുടെ ആഗ്രഹങ്ങൾ പറയുക, നിങ്ങളുടെ സങ്കടങ്ങളും നിങ്ങളുടെ റബ്ബിൻ്റെ മുന്നിൽ സമർപ്പിക്കുക, റഹ്മാനായ റബ്ബിനോട് പറയുക. അതുകൊണ്ടാണ് ഉലമാക്കൾ പറഞ്ഞത്, ജനങ്ങളോട് ഒരു വിഷമം വന്നാൽ ജനങ്ങളോട് പറയൽ ദാ ആണ്, അള്ളാഹുവിനോട് പറയൽ ദവാ ആണ്. ജനങ്ങളോട് പറഞ്ഞാൽ അത് രോഗമാണ്, അള്ളാഹിനോട് പറഞ്ഞാൽ അത് മരുന്നാണ്. കാരണം ആളുകളോട് പറഞ്ഞാൽ നിങ്ങളുടെ പ്രശ്നം പരിഹരിക്കാൻ മനുഷ്യർക്ക് കഴിവില്ല, റഹ്മാനായ റബ്ബ് വിചാരിച്ചെങ്കിലല്ലാതെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞില്ലേ, ലോകത്തിലുള്ള മുഴുവൻ സൃഷ്ടികളും നിനക്കൊരു ഉപകാരം ചെയ്യാൻ വേണ്ടി ഒരുമിച്ച് കൂടിയാലും റബ്ബ് നിനക്ക് നൽകാൻ ഉദ്ദേശിക്കാത്തൊരു ഉപകാരം ചെയ്യാൻ സൃഷ്ടികൾ അഖിലവും ഒരുമിച്ച് കൂടിയാലും സാധ്യമല്ല. അള്ളാഹു നിനക്കൊരു പ്രയാസം വരുത്താൻ ഉദ്ദേശിച്ചാൽ സൃഷ്ടികൾ അഖിലവും ഒരുമിച്ച് കൂടി അതിനെ ബ്ലോക്ക് ചെയ്യാൻ വിചാരിച്ചാൽ അവർക്കത് തടയാനും കഴിയില്ല. അതുകൊണ്ട് നമ്മുടെ സങ്കടങ്ങൾ, നമ്മുടെ വേദനകൾ നാം ഒരു ആവലാതിയായി ബോധിപ്പിക്കേണ്ടത് പടച്ച റബ്ബിനോട് മാത്രം. സൃഷ്ടികളോട് പറയേണ്ട ചില കാര്യങ്ങളുണ്ട്, അതിനെ ഒരു സബബായി മാത്രമേ കാണിക്കാവൂ, അതിനെ ഇത്തിമാദ് ചെയ്യരുത്, അതിനെ തവക്കുലാക്കരുത്. തവക്കുലാക്കിയാൽ നിരാശ വരും, പരാജയപ്പെടും. എന്നാൽ തവക്കുൽ അള്ളാഹുവിലും സൃഷ്ടികൾ ഒരു സബബ് മാത്രമായി കണ്ടാലോ ഒരു പ്രശ്നവുമില്ല, ഒരു പ്രയാസവുമില്ല. അതുകൊണ്ട് മഹാനായ യാക്കൂബ് അലൈഹിസ്സലാത്തു വസ്സലാം നമുക്ക് മനസ്സിലാക്കി തരുന്നത്, റഹ്മാനായ റബ്ബിനോട് സങ്കടങ്ങൾ പറയുക. ഇന്നമാ അഷ്കൂ ബസ്സി വഹുസ്നി ഇലല്ലാഹ്, എൻ്റെ സങ്കടങ്ങൾ ഞാൻ വിശദീകരിക്കുന്നത് റബ്ബിനോടാണ്. മാത്രമല്ല വഅഅലമു മിനല്ലാഹി മാ ലാ തഅലമൂൻ, നിങ്ങൾക്കറിയാത്തത് റബ്ബിൽ നിന്ന് ഞാൻ അറിയുന്നുണ്ട്. അതുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിച്ചത് എന്താണ് എന്ന് പറയുന്നിടത്ത് ഉലമാക്കൾ പറഞ്ഞു, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് കാണാം, അഅലമു അന്ന റുഅ്യ യൂസുഫ സ്വാദിഖത്തുൻ, ഞാൻ അറിയുന്നു യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമയുടെ സ്വപ്നം സത്യമാണ്. അതുകൊണ്ട് വ അന്നീ സഅസ്ജുദു ലഹു, ഞാൻ യൂസുഫിൻ്റെ മുമ്പിൽ സുജൂദ് ചെയ്യുന്ന അഥവാ ആദരവിൻ്റെ സുജൂദ് ചെയ്യുന്നൊരു സന്ദർഭം വരാനുണ്ട്. അതുകൊണ്ട് എൻ്റെ മകൻ വരും. അസല്ലാഹു യഅ്തിയനി ബിഹിം ജമീഅ, അള്ളാഹു കൊണ്ടുവരും. കാരണം ആ സ്വപ്നത്തിലുള്ളത് ഞങ്ങളൊക്കെ യൂസുഫിൻ്റെ മുമ്പിൽ സുജൂദ് ചെയ്യുന്നതായിട്ടാണ്. സൂര്യനും ചന്ദ്രനും എന്ന് പറഞ്ഞത് ആ സൂര്യൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് യാക്കൂബ് അലൈഹിസ്സലാത്തു വസ്സലാമയാണ്. അതുകൊണ്ടത് സംഭവിക്കും. എനിക്കറിയാം, എൻ്റെ റബ്ബിൽ നിന്ന് ചില ഇൽമുകളൊക്കെ എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ സങ്കടങ്ങൾ, എൻ്റെ ആവലാദികൾ ഞാൻ റബ്ബിനോട് പറയുന്നു. ഈ രൂപത്തിൽ റഹ്മാനായ റബ്ബിൻ്റെ ഇൽമിലും ഹിക്മത്തിലും അടിയുറച്ച് വിശ്വസിച്ച് അള്ളാഹുവിൽ ഒരാൾ ഭരമേൽപ്പിക്കുകയാണെങ്കിൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവിതത്തിൻ്റെ മുഴുവൻ പ്രതിസന്ധികളെയും മറികടക്കാൻ നമുക്ക് സാധിക്കുന്നു. മാത്രമല്ല അതിനപ്പുറത്ത് നല്ല ഒരവസ്ഥ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്നതാണ്. ഏറ്റവും നല്ലൊരവസ്ഥ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്നതാണ്. ആ ഒരു വലിയ പാഠം ഈ അദ്ധ്യായത്തിലുണ്ട്. ഇൻഷാ അള്ളാഹ് അടുത്ത വചനങ്ങളും അതിനുശേഷമുള്ളതും നമുക്ക് അടുത്ത ദർസിൽ വിശദീകരിക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആൻ പഠിക്കുകയും അതിൽ നിന്ന് വലിയ ഗുണപാഠങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യുന്ന ആളുകളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സലഫുകളിൽപ്പെട്ട ഒരാൾ തൻ്റെ സുഹൃത്തായ ഒരാളെ വഴിയിൽ വെച്ച് കണ്ടുമുട്ടുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഏകദേശം 60 വയസ്സായി. അപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾക്ക് എത്രയായി വയസ്സ്? അദ്ദേഹം ചോദിച്ചു, നിങ്ങളുടെ പ്രായം എത്രയാണ്? അദ്ദേഹം പറഞ്ഞു, എനിക്ക് 60 വയസ്സായി. അതിനു മുമ്പ് ഈ വ്യക്തിയെ ആ നിലക്ക് സംസാരിക്കാനുള്ള കാരണം, എന്തോ ഒരു കാര്യം സംഭവിച്ചപ്പോൾ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നമ്മൾ നേരത്തെ പറഞ്ഞ വാക്ക് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇത് കേട്ടപ്പോഴാണ് ചോദിച്ചത്, നിങ്ങളുടെ പേരെന്താണ്? ഇന്നതാണ്. നിങ്ങൾക്ക് എത്ര വയസ്സായി? 60 വയസ്സായി. നിങ്ങൾ ഈ പറഞ്ഞതിന് അർത്ഥം എന്താണെന്നറിയാമോ?
അപ്പം അദ്ദേഹം പറഞ്ഞു, ഇല്ല, മുസീബത്ത് വന്നാൽ ഇങ്ങനെ പറയണം, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അപ്പം അദ്ദേഹം പറഞ്ഞു, അതിൻ്റെ അർത്ഥം ഞാൻ പറഞ്ഞു തരാം. അതിൻ്റെ അർത്ഥം ഇന്നാ ലില്ലാഹ് എന്ന് പറഞ്ഞാൽ നാം എല്ലാവരും അള്ളാഹുവിൻ്റെ അടിമകളാണ്. ഞങ്ങൾ അള്ളാഹുവിനുള്ളതാണെന്ന് പറഞ്ഞാൽ നാം എല്ലാവരും അള്ളാഹുവിന് ഉള്ളതാണ്, അള്ളാഹുവിൻ്റെ അടിമകളാണ്. അതുകൊണ്ട് തന്നെ റബ്ബ് പറയുന്നതനുസരിച്ചാണ് നമ്മുടെ ജനനം, നമ്മുടെ മരണം, നമ്മുടെ രോഗം, നമ്മുടെ പ്രയാസങ്ങൾ, നമ്മുടെ സന്തോഷങ്ങൾ, നമ്മുടെ ആഹ്ലാദങ്ങൾ, നമ്മുടെ ലാഭം, നമ്മുടെ നഷ്ടം തുടങ്ങിയ എല്ലാം പടച്ച റബ്ബിൻ്റെ തീരുമാനപ്രകാരമാണ് ഉണ്ടാവുക. ആദ്യം അത് മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ റബ്ബ് ഉദ്ദേശിച്ച സമയത്ത് നമ്മൾ ജനിച്ചു, റബ്ബ് ഉദ്ദേശിച്ച സമയത്ത് നമ്മൾ മരിക്കും. അതാണ് വീണ്ടും പറയുന്നത്, വ ഇന്നാ ഇലൈഹി റാജിഊൻ, ഞങ്ങൾ അള്ളാഹുവിലേക്ക് മടങ്ങിപ്പോകേണ്ടവരാണ്. ഇത് താങ്കൾ അംഗീകരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഉണ്ട് എന്ന് പറഞ്ഞു. എങ്കിൽ അള്ളാഹുവിലേക്ക് മടങ്ങിപ്പോകുമെന്നറിയുന്നുവെങ്കിൽ തീർച്ചയായും റബ്ബ് നിന്നെ ചോദ്യം ചെയ്യും എന്ന് നീ മനസ്സിലാക്കുക. ആ ചോദ്യത്തിന് ഉത്തരം തയ്യാറാക്കിയോ? താങ്കൾക്ക് 60 വയസ്സായി എന്ന് പറഞ്ഞില്ലേ? ഈ 60 വയസ്സിൽ നാളെ ഞാൻ റഹ്മാനായ റബ്ബിനുള്ളതാണ്, അതുകൊണ്ട് പടച്ച റബ്ബിലേക്ക് കട്ടായം ഞാൻ മടങ്ങിപ്പോകും. അങ്ങനെ മടങ്ങിപ്പോയാൽ റഹ്മാനായ റബ്ബ് എൻ്റെ അമലിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ ആ ചോദ്യത്തിന് ഞാൻ എന്തുത്തരം നൽകുമെന്നത് ഈ 60 വയസ്സിനിടയ്ക്ക് ചെയ്തു തീർക്കാൻ സാധിച്ചിട്ടുണ്ടോ എന്നതിനെക്കുറിച്ച് താങ്കൾ ചിന്തിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോഴാണ് അദ്ദേഹം ഓർക്കുന്നത്. അദ്ദേഹം ചോദിച്ചു, അയ്യുൽ ഹീല, എന്തെങ്കിലും തന്ത്രം ഇനിയുണ്ടോ? കാരണം 60 വർഷം പിന്നിട്ട് പോയി, ചോദ്യത്തിന് വലിയ ഉത്തരങ്ങളൊന്നും കണ്ടെത്തിയിട്ടില്ല. ഇനി എങ്ങാനും ഞാൻ മരിച്ചു പോയാൽ റഹ്മാനായ റബ്ബിൻ്റെ മുന്നിൽ നിന്ന് രക്ഷപ്പെടാൻ എന്തെങ്കിലും ഒരു തന്ത്രം പറഞ്ഞു തരാനുണ്ടോ എന്ന് ചോദിച്ചു. അതിന് അദ്ദേഹം നൽകിയ മറുപടി, കഴിഞ്ഞു പോയതിൽ നീ തൗബ ചെയ്യുക, വരാനിരിക്കുന്നതിനെ ഇനി നന്നാക്കി തീർക്കുക. വരാനിരിക്കുന്നതിനെ നീ നന്നാക്കി തീർത്താൽ കഴിഞ്ഞു പോയതും വരാനിരിക്കുന്നതും അള്ളാഹു നിനക്ക് പുറത്തു തരും. എന്നാൽ ഇനിയുള്ള കാലം കൂടി നീ മോശമാക്കിയാൽ കഴിഞ്ഞതിൻ്റെയും വരാനിരിക്കുന്നതിൻ്റെയും പേരിൽ നീ പിടികൂടും. അതുകൊണ്ട് ബുദ്ധിപൂർവം ചിന്തിച്ചോ. ഇനിയുള്ളത് നന്നാക്കിയാൽ തന്നെ ഈ 60 വർഷത്തിനുള്ള പ്രായശ്ചിത്തമായിത്തീരും. മനുഷ്യൻ്റെ ആയുസ് എന്ന് പറയുന്നത് റഹ്മാനായ റബ്ബിൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ വേണ്ടിയുള്ളതാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അതുകൊണ്ട് തന്നെ നാം ഓരോരുത്തരും ചിന്തിക്കണം, മാ ഖദ്ദമത് ലിഗദിൻ, നാളേക്ക് വേണ്ടി റഹ്മാനായ റബ്ബ് ചോദിക്കുമ്പോൾ അതിന് ഉത്തരം നൽകാൻ വേണ്ടി എന്താണ് വിഭവമാക്കി ഒരുക്കിയത് എന്ന് ചോദിക്കണം. അത് നമ്മൾ ചിന്തിക്കണം. ആ ചിന്തയാണ് ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളെയും ക്രിയാത്മകമായി ഉപയോഗപ്പെടുത്താൻ നമ്മെ പ്രേരിപ്പിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുവേണ്ടി നമുക്ക് ആയുസ്സും നൽകും, സന്ദർഭങ്ങളും നൽകും. അത്തരം സന്ദർഭങ്ങളിൽ ഏറ്റവും ഗൗരവമേറിയതും ഏറ്റവും പ്രധാനപ്പെട്ടതുമാണ് ദുൽഹജ്ജ് മാസത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെക്കുറിച്ച് പറഞ്ഞത്, മാ മിൻ അയ്യാമിൻ അൽ അമലു സാലിഹു ഫീഹാ അഹബ്ബു ഇലല്ലാഹി മിൻ ഹാദിഹിൽ അയ്യാം. റഹ്മാനായ റബ്ബിന് അമലു സാലിഹാത്തുകൾ ഈ ദിവസങ്ങളിൽ ഇഷ്ടമുള്ളതുപോലെ വേറെ ഒരു ദിവസങ്ങളിലും ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അള്ളാഹുവിന് ഇത്രയും അമലു സാലിഹാത്ത് ഇഷ്ടമുള്ള മറ്റു ദിവസങ്ങളോ മുഹൂർത്തങ്ങളോ ഇല്ല എന്ന്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തൊരു ലക്ഷ്യത്തിന് വേണ്ടിയാണോ മനുഷ്യനെ സൃഷ്ടിച്ചത്, വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ ഐ ഇല്ലാ ലിയുവഹിദൂൻ, എൻ്റെ തൗഹീദ് അംഗീകരിക്കാനാണോ മനുഷ്യനെയും ജിന്നിനെയും ഞാൻ സൃഷ്ടിച്ചത്. തൗഹീദ് അംഗീകരിക്കാനാണ്, തൗഹീദ് അനുസരിച്ച് ജീവിക്കാനാണ് അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചത്. തൗഹീദാണ് ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. ആ തൗഹീദിൻ്റെ മാസമാണ് ദുൽഹജ്ജ് മാസം. ആ തൗഹീദിൻ്റെ സന്ദേശമാണ് ദുൽഹജ്ജ് മാസത്തിലുടനീളം. ആ തൗഹീദിൻ്റെ പ്രവാചകനാണ് മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. ആ തൗഹീദിൻ്റെ പ്രവാചകനാണ് മഹാനായ ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാം. ആ പ്രവാചകന്മാരുടെ ഓർമ്മ, ആ പ്രവാചകന്മാർ ലോകത്തിന് നൽകിയ തൗഹീദിൻ്റെ സന്ദേശങ്ങളുടെ ഓർമ്മ ശക്തമായി മുസ്ലിമീങ്ങളുടെ ഹൃദയത്തിലേക്ക് ആഞ്ഞടിക്കുന്ന ദിവസങ്ങളാണ് ദുൽഹജ്ജ് മാസത്തിലെ ദിവസങ്ങൾ. തൗഹീദിൻ്റെ വലിപ്പമാണ് ഈ ദിവസത്തിൻ്റെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടം ആ തൗഹീദ് ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ ചെയ്യുന്ന അമലു സാലിഹാത്തുകളാണ്. സ്വഹാബത്ത് ചോദിച്ചു, വലൽ ജിഹാദു ഫീ സബീലില്ലാ, അള്ളാഹുവിൻ്റെ റസൂലേ ജിഹാദിന് പോലുമില്ലേ? കാരണം അതിങ്ങനെ പറയുമ്പോൾ വെറുതെ ഒരു ഒഴുക്കമട്ടിൽ പറഞ്ഞതാണോ, അതല്ല കൃത്യമായി വഹയിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ പറഞ്ഞതാണോ എന്ന് സ്വഹാബത്ത് ഉറപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് ചോദിച്ചത്, ജിഹാദിന് പോലുമില്ലേ നബിയെ?
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വലൽ ജിഹാദു ഫീ സബീലില്ലാ, ജിഹാദിന് പോലും ഈ 10 ദിവസത്തെ അമലിൻ്റെ പ്രതിഫലമില്ല. ഏത് കണ്ടീഷനിലൊഴികെ ഒരാൾ തൻ്റെ ശരീരവും കൊണ്ട് തൻ്റെ ധനവും കൊണ്ട് ഇറങ്ങി, പക്ഷേ ഇത് രണ്ടും കൊണ്ട് അയാൾ തിരിച്ചു വന്നില്ല എന്ന് പറഞ്ഞാൽ കൊല്ലപ്പെട്ടു, ഷഹീദായി, എങ്കിൽ ആ വ്യക്തിക്ക് ദറജ കൂടുതലുണ്ട്. അപ്പോൾ ഈ പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ പറഞ്ഞതാണ്, സൽക്കർമ്മങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി പറഞ്ഞത് മാത്രമല്ല. അക്ഷരാർത്ഥത്തിൽ പണ്ഡിതന്മാർ പറയുന്നത് ദുൽഹജ്ജ് മാസത്തിലെ ആദ്യത്തെ 10 ദിവസത്തിൽ ചെയ്യുന്ന അമലുകളുടെ പ്രതിഫലം വേറെ ഏതൊരു ദിവസത്തിലെ പകലുകളിലും ചെയ്താലുണ്ടാവില്ല. ഉലമാക്കൾ പറഞ്ഞു, ഇവിടെ അയ്യാം എന്ന് പറഞ്ഞതുകൊണ്ട് റമളാനിലെ അവസാന 10 രാത്രികൾ, ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കുന്ന രാത്രികൾ ഇതിൽ നിന്ന് ഒഴിവാണ്. ഇത് അയ്യാമിനെ കുറിച്ചാണ് പറഞ്ഞത്, പകലിനെ കുറിച്ചാണ്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കനിഞ്ഞു നൽകിയിട്ടുള്ള ഇത്തരം അവസരങ്ങളെ നാം ഉപയോഗപ്പെടുത്തുക. ഇന്നാ ലില്ലാഹ്, നാം എല്ലാവരും അള്ളാഹുവിൻ്റെ അടിമകളാണ്. വ ഇന്നാ ഇലൈഹി റാജിഊൻ, അള്ളാഹുവിലേക്ക് മടങ്ങിപ്പോവേണ്ടവരാണ്. വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ് തുമ്മ തുവഫാ കുല്ലു നഫ്സിൻ മാ കസബത് വഹും ലാ യുദ്ലമൂൻ. അള്ളാഹുവിലേക്ക് മടങ്ങിപ്പോകുന്ന ഒരു ദിവസത്തെ നിങ്ങൾ ഭയപ്പെടണം, സൂക്ഷിക്കണം. ഓരോ നഫ്സും താൻ എന്താണോ ചെയ്തത് അതിൻ്റെ പ്രതിഫലം പൂർണ്ണമായി നൽകപ്പെടുന്ന ലോകമാണത്. അന്ന് നമ്മുടെ കർമ്മങ്ങൾ കണ്ട് സന്തോഷിക്കാൻ, ആഹ്ലാദിക്കാൻ, തൃപ്തിപ്പെടാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണമെങ്കിൽ നമ്മുടെ സമയങ്ങളെ, സന്ദർഭങ്ങളെ നാം സൽപ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തണം. അതിനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കേവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കഴിഞ്ഞുപോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. ചെറുതും വലുതുമായ എല്ലാ ശിർക്കിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നാം അറിഞ്ഞും അറിയാതെയും നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും നിലക്ക് ചെറുതോ വലുതോ ആയ ശിർക്കോ കുഫറോ നിഫാഖോ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ റഹ്മാനായ റബ്ബ് അവൻ്റെ വിശാലമായ കാരുണ്യം കൊണ്ട് നമുക്കെല്ലാവർക്കും പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. തൗഹീദ് നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു തരട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ, അതിൻ്റെ ഉസൂലുകളും ഫുറൂഉകളും അതിൻ്റെ അടിസ്ഥാനങ്ങളും അതിൻ്റെ ശാഖകളും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരട്ടെ. അള്ളാഹു അവൻ്റെ ദീനിൽ നമുക്ക് ഫിഖ്ഹ് നൽകട്ടെ, ഗ്രാഹ്യത നൽകട്ടെ. സുന്നത്തിനെയും ബിദ്അത്തിനെയും വേർതിരിച്ചറിയാൻ, തൗഹീദിനെയും ഷിർക്കിനെയും വേർതിരിച്ചറിയാൻ, അനുസരണത്തെയും അനുസരണക്കേടിനെയും വേർതിരിച്ചറിയാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിലും നമ്മുടെ മക്കളിലും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ സ്വത്തിലും നമ്മുടെ അമലുകളിലും നമ്മുടെ കച്ചവടങ്ങളിലുമൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കൺകുളിർമയും ബറക്കത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. മരണം വരെ സിറാത്തുൽ മുസ്തഖീമിൽ ഉറച്ചു നിൽക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സഹായിക്കട്ടെ. മനുഷ്യരിലും ജിന്നുകളിലും പെട്ട സകല പിശാചുക്കളുടെയും കുതന്ത്രങ്ങളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. മരണരംഗത്തെ പ്രയാസങ്ങളിൽ നിന്നും, ഖബറിലെ ശിക്ഷകളിൽ നിന്നും, മഹ്ശറിലെ ഫിത്നകളിൽ നിന്നും, സിറാത്തിൻ്റെ പരീക്ഷണത്തിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. കത്തിയാളുന്ന നരകാഗ്നിയിൽ ഒരു നിലക്ക് പോലും പ്രവേശിക്കാതെ നേരെ സ്വർഗ്ഗലോകത്ത് പ്രവേശിപ്പിക്കപ്പെടുന്ന മഹാഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വർഗ്ഗലോകത്ത് ഇണകളുടെ കൂടെ, മക്കളുടെ കൂടെ, കുടുംബക്കാരുടെ കൂടെ, കൂട്ടുകാരുടെ കൂടെ, നമ്മുടെ പണ്ഡിതന്മാരുടെ കൂടെ ഒരുമിച്ച് കൂടുവാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. മരണം വരെ പരിശുദ്ധ ഖുർആനിൻ്റെ വിദ്യാർത്ഥികളായിരിക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഈ സ്ഥാപനത്തിനും ഈ സ്ഥാപനത്തിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്കുമൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ നിലക്കുമുള്ള നന്മകൾ പ്രദാനം ചെയ്യുമാറാകട്ടെ. പരിശുദ്ധ ഖുർആൻ പഠിക്കുന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ മേഖലകളിലും സഹകരിച്ചു മുന്നോട്ട് പോകുന്ന ആളുകളിൽ അല്ലാഹു നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ ഖൈരി ഖൽഖിഹി മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.